ട്രേഡിംഗ് ചെയ്യുന്നവരാണ്, ഇനി അതല്ല ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവരാണ്, എന്ത് തന്നെയായാലും ട്രേഡിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് അത് രണ്ടും എങ്ങനെ വരയ്ക്കാം, അത് രണ്ടും ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യാൻ നമുക്കൊന്ന് പഠിച്ചാലോ. ബൈ. അപ്പൊ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നതിനായിട്ട് നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരെ ചാർട്ട് എടുത്തിട്ട് 50 മിനിറ്റ് ഇടുക. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ലെവൽസ് ആയിരുന്നു. 50 മിനിറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് റീസെന്റ് റിജക്ട് ആയ ഏരിയകൾ കാണാനായിട്ട് പറ്റും. മാർക്കറ്റ് ഇവിടെ എത്തി റിജക്ട് ചെയ്തു, എഗെയിൻ ഈ ഏരിയയിൽ എത്തി പിന്നെ റിജക്ട് ചെയ്തു, ഇവിടെ പിന്നെ ആ ഒരു ഏരിയയിൽ റിജക്ട് ചെയ്താണ്. അപ്പൊ ഈ രണ്ട് വട്ടം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇത് റെസിസ്റ്റൻസ് ആയിട്ട് കണക്കൂട്ടണം. അവിടെ നമ്മൾ ലൈൻ വരയ്ക്കാം. അപ്പോൾ അത് നമ്മൾ റെഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിന് നമ്മൾ റെസിസ്റ്റൻസ് എന്നാണ് മാർക്കറ്റ് ഈ ഒരു ഏരിയ എത്തിയിട്ട് റിജക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് പിന്നെയും കാണുന്നത്. ഇനി സപ്പോർട്ട് എന്താണെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ഇവിടെ റിജക്ട് ചെയ്തു നേരെ താഴേക്ക് വന്നിട്ട് ഇവിടെയാണ് മാർക്കറ്റ് ഒന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകാൻ ശ്രമിച്ചത്. പിന്നെ ആ ഒരു ഏരിയത്തിൽ പിന്നെ സപ്പോർട്ട് എടുക്കും. അപ്പോൾ ഇത് രണ്ടിൽ കൂടുതൽ വിട്ടാൽ നമ്മൾ അത് കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇത് നമ്മൾ ഗ്രീൻ ആയിട്ട് കൊടുക്കുക, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടാണ്. അപ്പൊ ഇതിന് നമ്മൾ സപ്പോർട്ട് എന്ന് പറയും. മാർക്കറ്റ് ഈ ഒരു ഏരിയ എത്തിയപ്പോഴത്തേക്ക് എന്താ ചെയ്യുക, ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. ഇനിയിപ്പോൾ ഇത് ശ്രദ്ധിച്ചു നിങ്ങൾ, മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി. വൺസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നാൽ ഇത് പിന്നീട് റെസിസ്റ്റൻസ് ആയിട്ട് കണക്കൂട്ടും. പിന്നെ ഇത് മുകളിലേക്ക് പോയെങ്കിൽ മാത്രമേ, ഒരു അപ്സൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്ന സ്ഥലം ഇത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി പിന്നെ ഇത് എന്തായി, ഇത് പിന്നീട് സപ്പോർട്ടായിട്ടായിരിക്കും മാറുക. ഇനി മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഇതിപ്പോൾ ലൈവ് മാർക്കറ്റ് ആണ്, മാർക്കറ്റ് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയാണ്. ഇനി ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ചെയ്തത്. ഇത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങിയാൽ മാത്രമേ പിന്നീട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തുള്ളൂ. ട്രേഡിങ്ങിനെ കുറിച്ച് ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് നമ്മുടെ ചാനൽ നമ്മുടെ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഫ്രീ ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ലെവൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനലിന്റെ ലിങ്ക് വേണ്ടവർ കമന്റ് ബോക്സിൽ ലിങ്ക് എന്ന് കണ്ടിട്ട് ലിങ്ക് നിങ്ങളുടെ ടീമിൽ വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.